ഹായ്, ഇന്ന് എനിക്കിവിടെ ഒരു പപ്പായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് ഇന്ന് മുറിച്ചങ്ങ് തിന്നാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിനെ പല നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഓമയ്ക്ക, കപ്ലങ്ങ, കർമൂസ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നിങ്ങൾ എന്താ ഇതിനെ വിളിക്കുന്നത്? ഒന്ന് കമൻറ്റ് ബോക്സിലിടണേ, എനിക്കും കൂടെ ഒന്ന് അറിയാനാ. ഇത് കാണുന്നത് പോലെ ഒന്നുമല്ല കേട്ടോ, ഒത്തിരി ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഓമയ്ക്ക എന്ന് പറയുന്നത്. ഇതിന് ധാരാളം വൈറ്റമിൻ സി ഒക്കെ ഉള്ളതുകൊണ്ട് പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് ചെറുപ്പത്തിലേ അങ്ങ് കൊടുത്തങ്ങ് ശീലിപ്പിക്കാം. വലിയതായി കഴിഞ്ഞാൽ ഇതൊന്നും തിന്നത്തില്ല ആരും. ചുട്ടയില ശീലം ചുടല വരെ എന്നാണല്ലോ. അതുപോലെ തന്നെ ദഹനത്തിനും ഹൃദയാരോഗ്യത്തിനും ഒക്കെ ഈ ഓമയ്ക്ക നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനൊക്കെ ഇത് നല്ലതാണ്. പണ്ടൊക്കെ അവസാനം വരുന്ന കുറച്ച് ഓമയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് മുഖത്ത് തേക്കുമായിരുന്നു. അപ്പം ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഞാൻ തേക്കും. എന്നും തേച്ചാൽ നമുക്ക് മുഖത്ത് ചെറിയൊരു ഗ്ലോ ഒക്കെ കിട്ടും കേട്ടോ. അപ്പം നേരത്തെ വീട്ടിലെ പറമ്പിലൊക്കെ ഇത് ഒത്തിരി ഉണ്ടായിരുന്നു. അന്നൊന്നും ഒരു വിലയും നമ്മളിതിന് കൊടുക്കത്തില്ലായിരുന്നു. അല്ലെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. ഇന്ന് ഈ സാധനം ഫ്രൂട്ട് കടയിലൊക്കെ വിലയ്ക്ക് വാങ്ങുന്നത് കാണുമ്പോഴേ കൊതി വരുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കി ഞാൻ കഴിച്ചിട്ട് വരാം. അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്.